കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കണമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ദർശനം തരാനായിട്ടേ ആ അമ്പാടിയിലെയാണോ ദേവലോകത്തെയാണോ എന്താണ് ഏത് രൂപത്തിലാണ് ആ ചതുർബാഹുവായ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നത്തെ ദർശനം എന്നറിയില്ല. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ ഭാഗത്ത് വന്നിട്ട് ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അവിടെ, അതായത് അത്തിമര ഗണപതിയുടെ അവിടെ വന്നിട്ട് ആ വലിയ ഗണേശ വിഗ്രഹത്തെ ഒന്ന് കണ്ടു തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്കങ്ങനെ വന്ന് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് അങ്ങനെ വരുമ്പോൾ കൊടിമരം കാണാം, അതേപോലെ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അങ്ങനെ സ്വർണം പതിച്ചങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ വശത്തേക്ക് ഒന്ന് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, കടാവിളക്കും കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കിയിട്ടൊന്ന് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാവുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ച. നിറദീപപ്രൗഢിയോട് കൂടിയിട്ട് ഇങ്ങനെ പരിലസിക്കുകയാണ് അവിടുത്തെ ആ ഒരു കാഴ്ചയും. ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ പാളത്താറ് പോലെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടി തൊട്ട് മേലെ വരെ ഉണ്ട്, അര വരെ ഉണ്ട്. അങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് നന്നായിട്ട് കസവൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു കാശുമാല പോലത്തെ മാല, പിന്നെ ഒരു മുല്ലമൊട്ട് മാല, ഒരു വളയം പോലത്തെ മാല, പിന്നെ ആണെങ്കിലോ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകൾ കാണുമ്പോൾ ഇന്ന് ചതുർബാഹുവാണ്. 4 തൃക്കൈകളുണ്ട്. അതിൽ ശംഖ്, ചക്രം അങ്ങനെ സ്വർണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗദ ഒരു ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്മം നല്ലൊരു താമര കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശംഖ്, ചക്ര, ഗദാപത്മത്തോടു കൂടി നാരായണനായിട്ട് മഹാപ്രഭുവായിട്ടാണ് ഭഗവാന്റെ ശ്രീലകത്ത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെ നമുക്ക് ദർശനം നൽകുന്ന ആ രൂപത്തിലാണെന്ന് ഉണ്ണി നിൽക്കുന്നത്. അപ്പോൾ വലിയ ആളായിട്ട് അങ്ങനെ നിൽക്കണം, നമ്മളെ കാണാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ആ ഭഗവത് കൃപ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നന്നായിട്ട് അങ്ങനെ ചാർത്തും നന്നായിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ തിരുമുടി ആ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് അതിന് മുകളിൽ തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവാണ് കൂടുതൽ. പിന്നെ അതേപോലെ തുളസിയും തെച്ചിയായിട്ടുള്ളത്. പിന്നെ ഉണ്ടമാലയാണ്, ഒരു ഉണ്ടമാലയാണ്, വലിയ ഉണ്ടമാല. അതിൽ എങ്ങനെ വെച്ചാൽ ശരിക്കും വനമാല പരുവത്തിലാണ്. നല്ല തെച്ചി, തുളസി, വെളുത്ത പൂവ്, താമര എല്ലാം കൂടിയിട്ടുള്ള ഒരു കാഴ്ച. നല്ല രസമായിട്ടുള്ള അലങ്കാരം. മുകളിലേക്ക് അങ്ങോട്ട് നോക്കിയാലോ മുകളിൽ നിറയെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ തുളസി ധാരാളമുണ്ട്. ഒരു താമരയുണ്ട്, മാല അങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. നമ്മൾ ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കാണുകയാണ്, ഭഗവാനെ നോക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഇവിടേക്ക് വന്ന് ആ ഭഗവാന്റെ സമക്ഷത്തിൽ വന്ന് ഭഗവാനെ തൊഴുന്ന പോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ മഹാപ്രഭുവിൻ്റെ നാരായണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അസുഖങ്ങളൊക്കെ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പ്രതിവിധിയായിട്ട് ഭഗവാൻ തന്നെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഭഗവാന്റെ ആ ഒരു നമ്മളെ സംരക്ഷിക്കുന്ന ആ ഭഗവാന്റെ ആ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. ആ ലീലകളായിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ അവിടുന്ന് തൊഴുതിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മളെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടും തൊഴുതു. അതേപോലെ ആ തിടപ്പള്ളി നോക്കിയിട്ടും തൊഴുത് കോവിലിൻ്റെ ആ ചുവരിലുള്ള ആ ലീലക്കണ്ണനെയും കണ്ട് തൊഴുതു. ഗ്രില്ല് കടന്ന നേരെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്.
ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്നിങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അപ്പം അങ്ങനെ കയറി തൊഴുതാൽ കാണാൻ പറ്റുന്നത് ആ മുഖമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുക, അങ്ങനെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ പട്ട് പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാല ഉണ്ട്, അങ്ങനെ കാണുന്നു. കാശിമാല പോലത്തെ മാല തന്നെയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, താമരപ്പൂക്കളും തുളസിപ്പൂക്കളും കറുകയൊക്കെ ഉണ്ട്. ആ ഒരു കാഴ്ചയാണ് ഗണേശൻ്റെ അടുത്ത് കാണാനുള്ളത്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാട്ടോ, എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത്ത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം, അതും തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. മേൽശാന്തി ഇപ്പം ഇന്നുകൂടിയേ ഉള്ളൂ, അടുത്ത നാളെ പുതിയ മേൽശാന്തിയാണ്. ഇന്ന് വൈകുന്നേരം മേൽശാന്തി വിട പറയുന്ന എന്താ പറയുക, ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഹൃദയവേദനയോടെ വിട പറയുന്ന മേൽശാന്തി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്വന്തം മകനെ കുളിപ്പിച്ചും പല്ല് തേപ്പിച്ചും ഒക്കെ നടത്തിയിരുന്ന അവിടുന്ന് അങ്ങോട്ട് അമ്മ വീടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ മകനെ വിട്ടു പോകുന്ന ആ ഒരു ഹൃദയവ്യഥ അത് അവർക്കേ അറിയൂ. അത്രയ്ക്കും വിഷമമായിരിക്കും. ആ മേൽശാന്തിമാർക്കാണ് അതിൻ്റെ ആ ഒരു അറിയലേ. അപ്പോൾ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത 2 വർഷം കഴിഞ്ഞെങ്കിലാണ് ആ മേൽശാന്തി പദവിയിലേക്ക് എത്താൻ വീണ്ടും അപേക്ഷ കൊടുക്കാൻ കൂടി കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ മേൽശാന്തിയുടെ ഇന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടി മേൽശാന്തിക്ക് വിട പറച്ചിലാണ്. നാളെ അതേപോലെ പുതിയ മേൽശാന്തിയുടെ വരവും ഇന്നാണ്. നാളെ മുതൽ പുതിയ മേൽശാന്തി സുധാകരൻ നമ്പൂതിരിയുടെ പൂജകളാണ്. ഇനി 6 മാസം ഭഗവാന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ മേൽശാന്തിയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും അതൊരു നല്ല കാഴ്ചയാണ്. എന്താ വെച്ചാൽ ഒരാൾക്ക് സന്തോഷം കൂടി കിട്ടുക, ഒരാൾക്ക് സന്തോഷം കുറഞ്ഞ് കിട്ടുക. അതായത് അതിലും പറയാനുള്ളത് എന്താ വെച്ചാൽ ഭഗവാന്റെ ഓരോ തമാശകളാണ്. കാരണം ഒരിറക്കത്തിനൊരു കയറ്റമുണ്ട് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഒരു കുന്നിന് ഒരു താഴ്ച ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇതിലിപ്പോൾ കിട്ടിയ ആ ജന്മസുഹൃതങ്ങളാണ് അവർക്കൊക്കെ ഓരോരുത്തർക്കും 6 മാസം കൂടുമ്പോൾ കിട്ടുന്നതേ. അപ്പോൾ വളരെ നല്ല കാഴ്ചയാണ്. അതുപോലെ തന്നെ ആ ഇറങ്ങുന്ന സമയത്തും കയറുന്ന സമയത്തും ആ ചതുർബാഹുവായിട്ടാണ്, അതായത് ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെയാണ് ഇന്നത്തെ പടിയിറക്കും അതേപോലെ കയറി വരവും. അവ രണ്ടും അതിൻ്റെ വിശിഷ്ടമായ ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ 2 പേർക്കും നല്ല എന്താ പറയുക, ഉള്ളിൽ തോന്നിക്കുന്ന ആ വികാരങ്ങളാണ് ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ചാർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊരു അനുഗ്രഹം. ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ കണ്ടവർക്കൊക്കെ ഇവിടെ വന്ന് നേരിൽ കണ്ടവർക്കും അല്ലാത്തവർക്ക് എന്നിലൂടെയും അത് കാണാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും വാമനരൂപത്തെയും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തെയും അതുപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്, അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് കണ്ണൻ്റെ അടുത്തും വരാം. കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അവിടെയും ഒക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുങ്കുമമൊക്കെ ഉണ്ട്, അതേപോലെ വെറ്റിലമാല ഉണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം
ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെയും വന്ന് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദൻ രൂപവും അതേപോലെ ആ വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. അങ്ങനെ ആ മണിക്കിണറും അതേപോലെ ആ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് നൃത്താറയിൽ ആ കിടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുന്നത് കാണാം. അതൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വരാം. ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ഇടത്തിരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അമ്മ ഇന്ന് അതീവ സന്തോഷത്തിലാണ്, അതീവ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ടും കളഭം കൊണ്ടും ഇങ്ങനെ ചാർത്തിയിട്ട് കണ്ണൊക്കെ എഴുതി, വലിയ കണ്ണൊക്കെ എഴുതി, നല്ല വാലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് നല്ല ധാരാളം ആഭരണ വിഭൂഷിതമായിട്ടാണ് ഇന്നത്തെ അമ്മ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ ആ കാഴ്ചയാണ് എല്ലാവരും കണ്ടോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടെ നിന്ന് കണ്ട് തൊഴുത് വരുമ്പോൾ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ വിചാരിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചതുർബാഹുവായ മഹാപ്രഭുവിനെ ഒന്നുകൂടി കണ്ട് തൊഴാം. അവിടെ നിന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൽ വരാം. അവിടെ വന്ന ആ കിടാവിളക്ക് കണ്ട് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെയുണ്ട് മുഖമൊക്കെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖവും ദേഹാസകലം അങ്ങനെ ചാർത്തി നല്ല കളഭം കൊണ്ടും ചന്ദനം കൊണ്ടും ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയാണ്. അതേപോലെ നന്നായിട്ട് പട്ടൊക്കെ ഉടുപ്പിച്ച് ധാരാളം പൂക്കളുണ്ട്, വലിയ മാലകളുണ്ട്, കാതിലൊക്കെ അണിഞ്ഞ് കടുക്കനൊക്കെ അണിയിച്ചിട്ടാണ് നല്ല ഗോപിയൊക്കെ തൊടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ പ്രദക്ഷിണമായി വന്ന് നമ്മൾ പടിഞ്ഞാറേ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ വന്ന് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ കുളത്തെ രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ അവിടുന്ന് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മളങ്ങനെ വന്ന് നാരായണാലയത്തിലൊന്ന് പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വീണ്ടും തൊഴുത് അതേപോലെ തന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മഹാപ്രഭുവിനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളമരത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും ഒക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കൊക്കെയും എല്ലാവർക്കും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.